സംസ്ഥാന അവാർഡ് പ്രഖ്യാപിച്ചപ്പോൾ പട്ടാമ്പിക്ക് പരുതൂറിന് ഒരുപാട് അഭിമാനിക്കാനുള്ള വകയുണ്ടായിരുന്നു. ബീനാർ ചന്ദ്രൻ ഇപ്പോൾ നമ്മോടൊപ്പം മികച്ച നടിയായി തിരഞ്ഞെടുക്കപ്പെട്ട അവർ നമ്മോടൊപ്പം ചേരുകയാണ്. ഒരു പ്രത്യേകതയുള്ളത്, ഒരു സ്കൂളിൽ വെച്ച് കുട്ടികൾക്ക് വേണ്ടി ഒരു പ്രകടനം നടത്തിക്കൊണ്ടിരിക്കവെയാണ് ഈ പ്രഖ്യാപനം ഉണ്ടായത്. എന്താണ് ആദ്യം തോന്നുന്നത്? ഞാൻ പറഞ്ഞില്ലേ, സമ്മിശ്രമായൊരു വികാരമാണ്. ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ഇവിടെ വന്നിട്ട് ഈ അവാർഡ് കിട്ടിയിട്ട് ആദ്യം തന്നെ ഈ വേദിയിൽ വന്ന് അഭിനയിക്കാൻ കഴിഞ്ഞു. ഇവിടെ തന്നെ എനിക്കൊരു പുസ്തകം, ഞാൻ പ്രിയപ്പെട്ട ഒരു പുസ്തകം എനിക്ക് സമ്മാനമായി കിട്ടി. എൻ്റെ കുട്ടികളുടെ മുന്നിൽ വെച്ച് അത് പെർഫോം ചെയ്യാൻ കഴിഞ്ഞു. ഒരുപാട് സന്തോഷം. പ്രതീക്ഷിച്ചിരുന്നോ എന്നൊക്കെ ഉള്ളതൊരു ക്ലീഷേ ചോദ്യമാണ്, എന്നാലും ചോദിക്കാതെ വയ്യ. എനിക്ക് പ്രതീക്ഷിക്കാനൊരു പേടിയായിരുന്നു. കാരണം ഞാൻ അത്രയ്ക്കൊന്നും സിനിമകൾ ചെയ്തിട്ടില്ല. പക്ഷെ ചെയ്തത് ആളുകൾ IFFKയിൽ വിലയിരുത്തിയപ്പോൾ നന്നായിട്ട് അവാർഡ് പ്രതീക്ഷിക്കാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അപ്പോഴും ഞാൻ ഉള്ളിൻ്റെ ഉള്ളിൽ തന്നെ സന്തോഷിക്കുമെങ്കിലും പേടിയായിരുന്നു. സന്തോഷിക്കാൻ പേടിയാ, വേണ്ട അതൊന്നും ആയിട്ടില്ല എന്ന് ഞാൻ എന്നെ തന്നെ അവിടെ ആ ചിന്തകളെ അടിച്ചമർത്തി വെക്കുമായിരുന്നു. ഇപ്പോൾ 2-3 ദിവസമായപ്പോഴും കുറേ പേര് എന്നെ വിളിച്ചു പറഞ്ഞു, ടീച്ചറെ ഞങ്ങളൊരു അവാർഡ് പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ നിങ്ങളുടെ വാക്കെന്നെ വലുത്, കിട്ടിയാൽ സന്തോഷിക്കും ഞാൻ. പക്ഷെ ഞാൻ അത് മോഹിക്കുന്നില്ല, അതൊന്നും മോഹിക്കാനുള്ളതില്ല. ഞാൻ അത് ഇല്ലെങ്കിലും ഞാൻ തരണം ചെയ്യും ആ സങ്കടത്തിന്. കാരണം ഞാൻ നാടകം കളിച്ച് നടക്കും. എനിക്ക് നാടകമാണ് എൻ്റെ ജീവിതം. അതുകൊണ്ട് ഞാൻ നാടകം കളിച്ചിട്ട് എൻ്റെ അങ്ങനെ സങ്കടം ഉണ്ടെങ്കിൽ തന്നെ എനിക്ക് പറയാൻ പറ്റില്ലല്ലോ ഇപ്പം എൻ്റെ മാനസികാവസ്ഥ എന്തായിരിക്കും, ഇല്ലെങ്കിൽ എന്തായിരിക്കുമെന്ന് എനിക്ക് പറയാൻ അറിയില്ല. അപ്പോൾ അങ്ങനെ സംഭവിച്ചാൽ ഞാൻ അതിൻ്റെ ഒരു മറുമരുന്നായിട്ട് ഇതിനെ കണ്ടിട്ടുണ്ടായിരുന്നു. നാടകം കളിച്ച് നടക്കുക, എൻ്റെ കുട്ടികളെ മുന്നിൽ നാടകം കളിച്ച് നടക്കുക. തന്നെ ഉർവശി ചേച്ചിക്കൊപ്പമാണ് ഈ അവാർഡ് പങ്കിട്ടിട്ടുള്ളത്. അത് എത്രത്തോളം സന്തോഷം? എനിക്ക് സന്തോഷമാണ്. കാരണം ഉർവശി ചേച്ചി ഞാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആളാണ്. നല്ല ചെറുപ്പം മുതലേ ഞാൻ ഉർവശി ചേച്ചിയുടെ കുസൃതി നിറഞ്ഞ നിഷ്കളങ്കമായ അഭിനയം കണ്ട് കൗതുകത്തോടു കൂടി നോക്കിയിരുന്നിട്ടുണ്ട്. ഉള്ളൊഴുക്കും കണ്ടു, ഞാൻ കാണാൻ പോയി. അപ്പോൾ ഒരുപാട് ഇഷ്ടപ്പെട്ടു. അപ്പം ഞാൻ ഒട്ടും പ്രതീക്ഷിക്കുന്നില്ല പാർവതി ഉർവശി ചേച്ചി. എന്തായാലും ഉർവശി ചേച്ചിയുടെ ഒപ്പം നിൽക്കാൻ എനിക്ക് കഴിയാന്നൊക്കെ പറഞ്ഞാൽ എന്താ പറയുക, ഇതിൻ്റെ അപ്പുറം എനിക്ക് എന്താ ഉള്ളതെന്നാണ്. ഞാൻ ആദ്യം ആരാണ് ഇത് അറിഞ്ഞു വിളിച്ചത്? എന്നെ കൈരളിയിലെ ശരത്ത് വിളിച്ചിട്ട് ഫോട്ടോ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒന്നും പറഞ്ഞില്ല, ഒരു ഫോട്ടോ തരണം, ഇനിയിപ്പോൾ അവാർഡൊക്കെ പ്രഖ്യാപിക്കാൻ പോവല്ലേ, അപ്പോൾ എന്തോ കടുത്ത മത്സരമാണ് നടന്നുകൊണ്ടിരിക്കണേ എന്നൊക്കെ പറഞ്ഞു. അപ്പോഴും ഞാനിങ്ങനെ എന്തോ ഉണ്ടാവില്ല, ചിലപ്പോൾ വല്ല സ്പെഷ്യൽ ജൂറി മെൻഷനൊക്കെ ഉണ്ടായിരിക്കാം. അങ്ങനെയാണ് ഞാൻ പിന്നെ എൻ്റെ ക്ലാസ്സിലേക്ക് പോവുകയും ചെയ്തു. അങ്ങനെയാണ് ഫ്രണ്ട്സൊക്കെ കൂടിയിട്ട് ഇതാ ന്യൂസ് കാണാം. അപ്പോൾ ലീഷർ പീരീഡുള്ള ആളുകൾ ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ക്ലാസ്സിലായിരുന്നു ആ സമയത്ത്? ക്ലാസ്സിലായിരുന്നു. ഞാൻ എൻ്റെ ക്ലാസ്സിലൊരു സർക്കസിൽ പോണ ഒരു കുട്ടിയുണ്ട്, അറിയാത്ത കുട്ടിയാണ്. അപ്പോൾ അവന് പഠിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ അവനെ മറ്റുള്ള കുട്ടികളൊക്കെ എഴുതുമ്പോൾ ഞാൻ അവനെ അടുത്ത് വെച്ച് അവനോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ശരത്ത് വിളിക്കുന്നത്. അപ്പോൾ എനിക്ക് ആ കുട്ടിയോട് വല്ലാത്തൊരു സ്നേഹം തോന്നി. കാരണം ഞാൻ ചെയ്യുന്ന പുണ്യത്തിൻ്റെ അറിയാത്ത കുട്ടിക്ക് ഒരു അക്ഷരം കൊടുക്കുകയാണല്ലോ. ആ സമയത്താണ് എനിക്ക് ഇനി നല്ല എന്തോ ഒരു പ്രതീക്ഷയ്ക്കുള്ളൊരു വെളിച്ചം അങ്ങനെ വന്നത്. അപ്പോൾ എനിക്ക് ആ കുട്ടിയോട് വല്ലാത്തൊരു സ്നേഹം, ഞാൻ ചെയ്ത പ്രവൃത്തിയോട്. സ്ഥിരം ചെയ്യാറുണ്ട്, എന്നാൽ പോലും ആ ഒരു നിമിഷത്തിൽ അങ്ങനെ വന്നപ്പോൾ എന്തോ എനിക്കറിയില്ല, എന്തോ ഒരു നന്മയുടെ ഒരു അംശത്തിൻ്റെ ഒരു അംഗീകാരമായിട്ട് ഞാൻ ഇതിനെ കാണുന്നു. എല്ലാ വിധത്തിലുള്ള ആശംസകളും നേരുന്നു. ഒരുപാട് ചിത്രങ്ങൾ ഇനി ഇതിൻ്റെ ബാക്കിയായി വരട്ടെ എന്നും ആശംസിക്കുന്നു. എന്തായാലും ഈ അവാർഡ് പ്രഖ്യാപനം നടക്കുന്ന വേളയിലും അവർ ഉണ്ടായിരുന്ന ഒരു സ്കൂളിലാണ്, തൻ്റെ ക്ലാസ് മുറിയിലാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ അളവറ്റ സന്തോഷം അവർ രേഖപ്പെടുത്തുകയുമാണ്. രാജീവ് സുദേവനൊപ്പം പട്ടാമ്പിയിൽ നിന്ന് നിഖിൽ പ്രമേഷ്, 24.